G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച 2 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനായി പുറപ്പെട്ടു. ഇതിൽ സ്ലോവാക്യയിലേക്കുള്ള യാത്ര ചരിത്ര പ്രാധാന്യമുള്ളതാണ്. 1993 സ്ലോവാക്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശനം 2 ഘട്ടങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഫ്രാൻസിലെ നീസ് നഗരത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഞായറാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാക്രോൺ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയിരുന്നു. ഇതിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നവീകരണ പങ്കാളിത്തം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ഇന്നോവേറ്റീവ്സ് എന്ന മുൻനിര പരിപാടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രമുഖ സ്റ്റാർട്ടപ്പുകളും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളും ഇതിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി ജൂൺ 16-17 തീയതികളിൽ എവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും. വിവാടെക് ഉച്ചകോടിയും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യലും. സന്ദർശനത്തിന്റെ അവസാന ദിവസം പാരീസിലെത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക സ്റ്റാർട്ടപ്പ് മേളയായ വിവാടെക് സമ്മിറ്റിൽ പങ്കെടുക്കും. തുടർന്ന് പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഫ്രാൻസിലെ ആദ്യഘട്ട സന്ദർശനത്തിന് ശേഷം ജൂൺ 14-ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലെത്തും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുവാനുള്ള വഴികൾ തേടുകയും ചെയ്യും. കൂടാതെ സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്നിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്.